صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. ربنا تقبل منا ما قرأناه من القرآن العظيم وما صليناه وسلمناه مقبولة مرضية منا إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم. وارزقنا في الدنيا زيارته وفي وفي القلب محبته وفي الجنة مرافقته يا رب العالمين. وإلى حضرات رواي ساداتنا جميع الأنبياء من لدن آدم عليه الصلاة والسلام إلى آخر الأنبياء أشرف الورى محمد صلى الله عليه وسلم. اللهم إلى حضرات رواي جميع أولياء الله تعالى من مشارق الأرض إلى مغاربها إلى ما كانوا صغيرا وكبيرا ذكرا وأنثى كلهم أجمعين. اللهم إلى حضرات أرواح من ماتوا منا يا رب العالمين لا سيما إلى حضرة من مات من هذا اليوم يا رب العالمين. وإلى حضرات أرواح من مات من جميع المؤمنين والمؤمنات. اللهم اغفر لنا واغفر لهم يا غافر المذنبين. ربنا وبحق هؤلاء الشرفاء الكرماء المذكورين ربنا بارك لنا في مجلسنا وفي ميلاد النبي صلى الله عليه وسلم يا رب العالمين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. آمين بأنواع رحمتك يا أرحم الراحمين.
ആഷിഖ് ഉസ്താദ്, മറ്റു മദ്രസയിലെ മാന്യമുണ്ട്. ബഹുമാനപ്പെട്ട മുത്തുനബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1496 ജന്മദിനമാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഓൺലൈനായിട്ട് മാത്രമാണ് ഇപ്പോൾ നടത്താൻ നമുക്ക് സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൊറോണ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട കാരണം നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ ഈ വർഷവും നമ്മൾ ഓൺലൈനായിട്ടാണ് നടത്താൻ തീരുമാനിച്ചത്. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മദ്രസ ഈ സന്ദർഭത്തിൽ എളുപ്പം നിങ്ങളോട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാനത് ഈ നവംബർ 1-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ഉസ്താദന്മാർ അത് വേണ്ടമായി കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുടെ 1496 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മഹല്ല ഖത്തീബ് അലി അൻവരി അദ്ദേഹത്തെ ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വൈദ്യുതികളെയും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ എത്തപ്പെട്ട നൗഷാദ് കളത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ള മെമ്പർമാർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആളുകളെ ഞാൻ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ആദരവ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ വിരാമം ഇടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിനത്തോടനുബന്ധിച്ച് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിന പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കളത്തിലക്കര മഹല്ല ഖത്തീബ് അലി അൻവരി ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമാദരണീയായ മഹല്ലെ സെക്രട്ടറി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ബഹുമാനായ നമ്മുടെ സാഹിബുകളെ, ജോയിന്റ് സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ്, ഈ മദ്രസയുടെ സദർ മുഅല്ലിം ആഷിഖ് ഉസ്താദ് അവர்கள், മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഏതാണ്ട് ഒരാഴ്ചയോളമായി നമ്മുടെ മഹല്ലിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് നിരതമായിരിക്കുകയാണ് നമ്മൾ. അതിനൊന്ന് മാറ്റുകൂട്ടുന്ന നിലക്ക് 1496 ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ നടത്തുന്ന, അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ സംയുക്തമായി നടത്തുന്ന നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലിയ വിജയമാക്കി തരട്ടെ. കൊറോണയല്ലാത്ത മറ്റ് കാലഘട്ടത്തിൽ നമ്മൾ നടത്തുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തിനോട് തത്തുല്യമായ ഒട്ടും കുറയാത്ത പ്രതിഫലം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തുന്ന തുടർ പ്രസംഗങ്ങളിലും ഗാനങ്ങളിലും മറ്റ് പരിപാടികളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ അത് കേട്ട് സായുജ്യമടഞ്ഞ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ അവസരം നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുപാട് സമയം സുദീർഘമായി പ്രസംഗിക്കാനുള്ള അവസരമല്ല. നമ്മുടെ കുട്ടികളുടെ പരിപാടിയാണ് നമുക്ക് വളരെ മെയിനായിട്ട് അത്യാന്തപേക്ഷിതമായിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടുകൂടി ഈ
ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുവന്യരായ നമ്മുടെ മഹല്ല ഖത്തീബ് അലിയൻപരി ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, റസാഖ് സാഹിബ്, അതുപോലെ തന്നെ നൗഷാദ് കളത്തിൽ, ഹിദായത്തു സുബിയാൻ മദ്രസ മുഅല്ലിമീങ്ങളെ, മറ്റേ എൻ്റെ മുന്നിൽ ഉപവിഷ്ടരായിട്ടുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1496 ജന്മദിനത്തോടനുബന്ധിച്ച് കളത്തിലാക്കര ഹിദായത്തു സുബിയാൻ മദ്രസ വിദ്യാർത്ഥികളെ അണിയിച്ചൊരുക്കുന്ന നബിദിന പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ, കൊറോണയുടെ ഈ ഒരു സാഹചര്യത്തിൽ വിശാലമായ ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗം നമ്മുടെ വിദ്യാർത്ഥികൾ മുഖേന അവരുടെ പാടിയും പറഞ്ഞും വിദ്യാർത്ഥികള് അവരുടെ സന്തോഷങ്ങള് ചിലവഴിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നാം ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ നബിദിന പ്രോഗ്രാമിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയുണ്ടായി, മൻ അഹബ്ബ സുന്നതി വഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന ഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവൻ എന്നെ ഇഷ്ടം വെച്ചതുപോലെയാണ്. ആരെങ്കിലും എന്നെ ഇഷ്ടം വെച്ചാൽ അവൻ എന്റെ കൂടെ നാളെ സ്വർഗത്തിലാണെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ആ ഒരു മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയാണ്, ആ ചര്യ മുറുകെ പിടിക്കലാണ് മുസ്ലിം ഉമ്മത്തായ നാം കൃത്യമായി ചെയ്യേണ്ടത്. നമ്മിൽ നിന്നും മുൻഗാമികളായിട്ടുള്ള മഹാരഥന്മാരെ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു സൽപാന്താവിലൂടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്ന ആ ഒരു സത്യമാർഗത്തിലൂടെ നാം വഴി നടക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു നബിദിന സന്ദേശം, ഈ ഒരു വർഷത്തിലെ നബിദിന സന്ദേശം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ സുന്നത്തുകളെയും നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇനിയുള്ള ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുവിനോടുള്ള ആ ഒരു ഭയഭക്തിയോടുകൂടിയും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹവും നമ്മുടെ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു സുന്നത്തിനെ മുറുകെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഒരു സുന്നത്തിലാണ്, ആ ഒരു സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ് മുഅ്മിനായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. ആ ബാധ്യത കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആ ഒരു ചിട്ടയിൽ ജീവിക്കാൻ എല്ലാവരും, നമ്മുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൃത്യമായിട്ട് തീരുമാനിക്കുക. അതിന് ഈ ഒരു റബീഉൽ അവ്വൽ കാരണമാകട്ടെ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗവൺമെന്റിന്റെ ഒക്കെ അനുമതി പ്രകാരം നവംബർ 1 മുതൽ നമ്മുടെ മദ്രസ വീണ്ടും 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, കോവിഡാനന്തര അവധിക്ക് ശേഷം നമ്മുടെ മദ്രസ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പ്രത്യേകം പറയാനുള്ളത്, ഉണർത്താനുള്ളത്, നമ്മുടെ ദീനുൽ ഇസ്ലാമിന്റെ ചിട്ടപ്രകാരം അവരുടെ തലയും മുടിയും നഖവും എല്ലാം അവരുടെ വസ്ത്രധാരണവും ഒക്കെ കൃത്യമായി കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചിട്ടപ്രകാരം ആയിരിക്കണം നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന കുട്ടികളെ. അതിനൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തില്, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കോച്ചിങ്ങും ഇവിടുന്ന് നൽകാത്ത രൂപത്തിൽ എല്ലാ രക്ഷിതാക്കളും കൃത്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 1.5 വർഷത്തോളം വിദ്യാർത്ഥികളെ വീടുകളിലാണ്. അതുകൊണ്ട് തന്നെ
അവരുടെ മറ്റു കാര്യങ്ങളിൽ, അവരുടെ ശരീരകാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്താൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല. അത് പറയാൻ വേണ്ടി നമ്മുടെ അധ്യാപകർക്ക്, ഉസ്താദുമാർക്കും സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മദ്രസയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചിട്ടപ്രകാരം ആ വസ്ത്രധാരണം ധരിച്ച് അവരുടെ എല്ലാ ശരീരഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ഇസ്ലാമിക സംവിധാനത്തിലൂടെ തന്നെ കൊണ്ടുവരാൻ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ വിഷയങ്ങളിലെല്ലാം ഇതുവരെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് മാറി നമ്മുടെ പഴയ സംവിധാനത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനായി, നാളത്തെ ഒരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കുന്നതിനായി, ഈ സമൂഹത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായി ഇവിടുത്തെ മദ്രസ സംവിധാനങ്ങളൊക്കെ നല്ല രൂപത്തിൽ നടക്കേണ്ടതുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള രക്ഷിതാക്കളുടെ പങ്കും അവരുടെ എല്ലാ സഹകരണവും കൂടുതലായി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സംരംഭത്തിൽ കൂടുതലായി നീട്ടിക്കൊണ്ട് പ്രസംഗിക്കുന്നതിൽ ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമമൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മഹല്ല് ജോയിന്റ് സെക്രട്ടറി നൗഷാദ് കളത്തുകയും സാദരമായി ക്ഷണിക്കുന്നു. സ്വാഗത പ്രഭാഷണം നടത്തിയ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ മഹല്ല ഖത്തീബ് അലി അൻവരി ഉസ്താദ്, അധ്യക്ഷ പ്രഭാഷണം നടത്തിയ ആഷിഖ് ബൈസി സദർ മുഅല്ലിം, മറ്റ് വേദിയിലുള്ള വ്യക്തിത്വങ്ങളും സഹചരിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ, മറ്റു മുഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകിച്ച് പറയാൻ ഉള്ളത്, നബിദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള വിപുലമായ പരിപാടികളാണ് നമ്മൾ എല്ലാ വർഷവും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇതില് കഴിഞ്ഞ വർഷം നമുക്ക് വീടുകളിൽ വെച്ച് ചെയ്ത ഒരു ഓൺലൈൻ പ്രോഗ്രാമായിരുന്നു നമ്മുടെ ഉസ്താദുമാരെ നമുക്ക് വേണ്ടി നൽകിയിരുന്നത്. ഇപ്രാവശ്യം അൽഹംദുലില്ലാഹ് ഒന്നുകൂടെ സൗകര്യങ്ങൾ, ഗവൺമെന്റിന്റെ ഒക്കെ മാനദണ്ഡങ്ങൾ കുറവായത് ലഘൂകരിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വേദിയെങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമെങ്കിലും നമുക്ക് സാധാരണ നമ്മുടെ ഗതിയുള്ള നല്ല ഉഷാറായിട്ട് നബിദിന റാലികളും അതുപോലെ തന്നെ മൗലിദ് പാരായണങ്ങളും അതുപോലെയുള്ള മറ്റ് ദഫ് പ്രോഗ്രാമുകൾ പോലത്തെ അതിമനോഹരമായ നബിദിനത്തിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ വേളയിൽ എനിക്ക് രക്ഷിതാക്കളായ നിങ്ങളോട് പ്രത്യേകിച്ച് ഉണർത്താനുള്ളത്, നവംബർ 1 മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസകള് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെ തന്നെ തുറന്ന് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മദ്രസയില് ഒരു ഔദ്യോഗിക അറിയിപ്പ് എന്ന നിലയിൽ നമ്മൾ കോവിഡിന്റെ മുമ്പ് രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗ് വിളിച്ച സമയത്ത് മദ്രസയുടെ സമയ മാറ്റത്തിനെ കുറിച്ച് നമ്മളന്ന് സംസാരിച്ചിരുന്നു. പിന്നെ കോവിഡിന്റെ ഫസ്റ്റ് ലോക്ക്ഡൌൺ വരുന്ന സമയത്താണ് ആ വർഷം നമ്മൾ മദ്രസ സമയം പുനഃക്രമീകരിക്കണം എന്ന ഒരു തീരുമാനം ഏകദേശം ഉണ്ടായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഈ 1-ാം തീയതി മുതൽ നമ്മൾ പുതിയ സമയക്രമത്തിലേക്ക് മാറുകയാണ്. 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾക്ക് രാവിലെ 6 മണി മുതൽ ക്ലാസ് ആരംഭിക്കും. മറ്റ് 1-ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ അത് നമ്മൾ 7 മുതൽ 9:15 വരെയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയ അറിയിപ്പുകൾ ഇൻഷാ അല്ലാഹ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. അതിനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന്, എല്ലാ എതിർപ്പുകൾ എന്നല്ല, കുറച്ച് ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കൾക്ക് താൽക്കാലികമായി ഉണ്ടാകും. അതിന്റെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇതിനിപ്പോ പ്രാവശ്യം മുതൽ പുതിയ ഉസ്താദുമാരാണ്. കുട്ടികളൊക്കെ ഉസ്താദുമാരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കുറെ കുട്ടികളുണ്ട്, കണ്ടവരുണ്ട്. അതുപോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയ ഉസ്താദുമാരൊക്കെ വന്ന് നമുക്ക് നല്ല നിലയിൽ നമ്മുടെ മദ്രസും അതിന്റെ സിലബസ് പഠിക്കലും ഒക്കെ ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട് കൊണ്ടുപോകണം. അതിനുള്ള
സഹകരണം ഉണ്ടാവണം. ഒപ്പം മദ്രസ സമയക്രമം എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ചിൽ, പെരിന്തൽമണ്ണ റേഞ്ചിൽ കുന്നപ്പള്ളി മേഖലയിലുള്ള 2-3 മദ്രസകളല്ലാത്ത എല്ലാ മദ്രസകളും രാവിലെ 6 മുതൽ 9:15 വരെയുള്ള ഒറ്റ ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥയുടെ നിർദ്ദേശം തന്നെ രാവിലെ സുബിയോടനുബന്ധിച്ച് മദ്രസ ക്ലാസുകൾ തുടങ്ങണമെന്നാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ നടപ്പിലാക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതിനെ എല്ലാ രക്ഷിതാക്കളും ഇതിനോട് സഹകരിക്കണമെന്ന് പ്രത്യേകിച്ചും ഇതിനോടുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഹിദായത്ത് സുബൈർ മദ്രസയുടെ ഈ വർഷത്തെ നബിദിന ആഘോഷ പരിപാടികളും നബിദിന പ്രോഗ്രാമുകൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടി ഈ ഒരു ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.